പ്രാർത്ഥനയിൽ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗോണ ബി ഓസം. ഇംഗ്ലീഷ് വേർഡ് പ്രെയർ എടുത്ത് നോക്കിയാൽ PRAYER എന്നാണ് അതിനെ സ്പെൽ ചെയ്യുന്നത് അല്ലേ. സോ P എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പാൻഡ് ഇറ്റ് ആസ് പ്രൈസ്. ദൈവസന്നിധിയിൽ സ്തോത്രം എന്ന യാഗത്തോടുകൂടി കയറുവാനാണ് നമ്മളോട് പറയുന്നത് സങ്കീർത്തനങ്ങളിൽ. അപ്പോൾ നമ്മൾ ദൈവത്തോട് നമുക്ക് എല്ലാ സ്തുതികളും അവന്, ബിക്കോസ് ഹീസ് ദി വൺ ഹൂ ഈസ് ഡിസേർവ് ടു ബി പ്രൈസ്ഡ്. രണ്ടാമതായിട്ട് ഇസ് റിപ്പൻഡൻസ്. അത് മാസത്തിലൊരിക്കലോ അല്ലെ വർഷത്തിലൊരിക്കലോ ചെയ്യുന്നൊരു പ്രോസസ്സല്ല. ഇറ്റ് ഈസ് എൻ എവ്രി ഡേ തിങ്, ഇസ് റിപ്പൻഡൻസ്. എല്ലാ ദിവസവും നമ്മൾ അന്നന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അല്ലെ നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലും നമ്മൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് വി മേക്ക് മിസ്റ്റേക്ക്. മൂന്നാമതായിട്ട് ഈസ് ദ ലെറ്റർ എ, ഇസ് ആസ്ക്. നമുക്ക് ദൈവസന്നിധിയിൽ ഏതൊരു കാര്യവും ബോൾഡായിട്ട് with faithfulness നമുക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാം. ബിക്കോസ് വൈ ഇസ് ബിക്കോസ് വി ഹാവ് എ വെരി കമ്പാഷനേറ്റ് ഫാദർ. 4 വൈ മീൻസ് yielding അല്ലെങ്കിൽ സറണ്ടറിങ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സകലതും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും 50% ഞാൻ 50% ദൈവം, അങ്ങനെയല്ല. ഫുൾ ഓൺ ഗിവ് ഇറ്റ് ടു ഗോഡ്. ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ഇസ് ഡിഫറെൻറ്റ്, ബട്ട് ഗിവ് ഇറ്റ്, ടേക്ക് ദ കൺട്രോൾ ആൻഡ് ഗിവ് ഇറ്റ് ടു ഗോഡ്. അതാണ് yielding എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് വാട്ട് ജീസസ് ഡിഡ്. എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്നുള്ള അവൻ്റെ ആ വാക്ക്. അഞ്ചാമതായിട്ട് ഇസ് എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയോടുകൂടി ദൈവത്തിനെ സ്തുതിക്കുക അല്ലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെയിൻ ഒരു കാര്യം അവിടെ നടക്കുന്നതെന്ന് പറയാൻ നമ്മുടെ എൻസൈറ്റിയിൽ നിന്ന് ഇമ്മീഡിയറ്റ് റിലീഫാണ് കാണുന്നത്. ബിക്കോസ് വി ആർ റെമിനിസിങ് ഓഫ് ദ തിങ്സ് വാട്ട് ഗാഡ് ഹാസ് ഡിഡ് ഇൻ ദ പാസ്റ്റ്. പ്രീവിയസ് ആയിട്ടുള്ള കാലങ്ങളിൽ ദൈവം നമ്മളെ എങ്ങനെ രക്ഷിച്ചു, പ്രൊട്ടക്ട് ചെയ്തു, കംഫർട്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് താങ്ക്സ് ഗിവിങ്ങിലൂടെ നടക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ദൈവത്തിൽ എല്ലാ നേരവും ആനന്ദിക്കുക. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ തിങ് ദാറ്റ് വി ഡു in one point of time but all the day. അപ്പം ഈ പ്രെയർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ നമ്മൾ ഒരു നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് അത് ആ പ്രെയറിനെ അവസാനിക്കാതെ നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓഫ് കോഴ്സ് ദൈവത്തിന് ഫോമാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും നമ്മളുടെ ഒരു സ്റ്റെപ്പ് to get closer to him, അതെന്താണെങ്കിലും it is going to make him happy. So try this and let me know how this is working for you.